അപ്പൊ അതെ, അപ്പൊ വാട്ട്സ് ഇൻ മൈ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിച്ചു ലിറ്റിയുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് ഒന്ന് ചെയ്യാം. സത്യം അങ്ങനെ ആരും ചോദിച്ചില്ല. ഞാൻ നോക്കിയപ്പോ ഒന്നുമില്ല എന്റെ ലോങ് വീഡിയോ. അപ്പൊ എന്തെങ്കിലും ഇടണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാന്ന്. അപ്പൊ ഇന്ന് എന്റെ ക്യാമറാമാന് സോണി ആയിട്ട് എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? തിന്നാനാണോ? പക്ഷെ കഷ്ടമുണ്ട്. കണ്ടന്റ് ചെറുതായിട്ടൊന്ന് മാറി. വാട്ട്സ് ഇൻ മൈ ബേസ്. ആൾക്കാർ ദൈവമേ മൊത്തം 10 പൈസ കുറവുള്ളതാണ്. ഇത് കുരുവിടെ ഇത്. അപ്പൊ തൽക്കാലം ഓക്കെ ഇതോടെ ഇരിക്കട്ടെ. വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടേക്കാം. അപ്പൊ എന്റെ ബാഗിനകത്ത് ആദ്യം ഒരു ഫോൺ ഉണ്ട് കേട്ടോ, ഒരു ഫോൺ. പക്ഷെ ഇതല്ല എന്റെ ഫോൺ. എന്റെ ഫോണെ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഞാനൊരു ഫോൺ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ എങ്ങനെ പറഞ്ഞേ, മറ്റേ സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്നതിന് എന്നാ പറയുന്നത്? പ്രാദേശികമായി കാണിക്കുന്നതോ അല്ല, പരസ്യത്തിന് വേണ്ടി കാണിക്കുന്നു എന്നൊക്കെ പറയല്ലേ, ട്രെയിലർ. നമ്മള് അല്ല, നമ്മൾ ഒരാളുടെ ഫോട്ടോ പത്രത്തിൽ ഫോട്ടോ TV കാണിക്കുമ്പോ നമ്മൾ പറയല്ലേ എന്തിനു വേണ്ടി ഇടുന്ന ഫോട്ടോ? ഞാൻ എന്തോ മനസ്സിൽ. അപ്പൊ ഒരു ഫോണുണ്ട്, അടുത്തത് പിന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു വാലറ്റ് ഉണ്ട്. ഒരു വാലറ്റിനകത്ത് എന്താന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് കാർഡുകള്, എന്റെ ATM കാർഡുകൾ അങ്ങനെയൊക്കെ ഉള്ളു. വാലറ്റിനകത്ത് എന്നാന്ന് കാണിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആണെന്ന്. അപ്പൊ വാലറ്റ്, പിന്നെ ഉള്ള എന്റെ പൗച്ച്, എന്റെ മേക്കപ്പ് ബോക്സ്. പക്ഷെ ഇവിടെ ഞാനിത് എന്തിനു കൊണ്ടു നടക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. കാരണം ഇവിടുത്തെ വണ്ടിയിലിട്ട് ഓടുന്ന വണ്ടിയിൽ ഇത് ഇടാനും പറ്റത്തില്ല. ഇട്ടാൽ ഇത് ഇങ്ങനെ കോക്കാച്ചി പരുവാകുകയും ചെയ്യും. ഇവിടുത്തെ പെമ്പിളേർ എങ്ങനെ കണ്ണിടുന്നല്ലേ? ഇതുണ്ട് എന്റെ കണ്ണിന് മണ്ടശം കണ്ടോ? കണ്ണെഴുതുക. പക്ഷെ എന്റെ ഒരു മേക്കപ്പ് ബാഗ് അത് എപ്പോഴും ഞാൻ ക്യാരി ചെയ്യും. കാരണം ഞാൻ നേരെ മുടിഞ്ഞ തീറ്റ ചക്കപ്പഴ ചക്കപ്പഴ മുഴ. ഇതാണ് എന്റെ മേക്കപ്പ് ബാഗ്. കണ്ടോ? ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ. ഇനി വേറെ എന്റെ മേക്കപ്പ്, വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ്. എനിക്കത് ഇഷ്ടപ്പെട്ടതാണ് അറിയാം. അപ്പൊ എന്റെ മേക്കപ്പ് പൗച്ച്, പിന്നെ ഒരു ചീപ്പ്. ഇവിടെ ഞാൻ എപ്പോഴും ചീപ്പ് യൂസ് ചെയ്യും. എന്റെ തല ചെയ്യുന്ന ഒരു ബ്രഷ്. ഞാൻ ചീപ്പ് ബ്രഷ് വേറെ കേക്കുന്നത് തീപ്പെട്ടി കളർ എന്ന് പറഞ്ഞ. അപ്പൊ തല ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ട്, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴും ചൂട് കാരണം ഇവിടെ വരുമ്പോ പ്രാദേശിക യൂസിന് വേണ്ടി ഒരു ഫാൻ യൂസ് ചെയ്ത്. വേറൊരു ക്യാമറ ഉണ്ട്, സോണിനെ ഒന്ന് ഫോക്കസ് ചെയ്യൂ. ഒരു ഫാൻ ഇന്ന് ഞാൻ അവിടെ കൊട്ടാരത്തിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തായിരുന്നു കേട്ടോ. ഈ ഒരു ഫാൻ ഞാൻ എടുത്തു എന്റെ ബാഗ് വെക്കും. ബിക്കോസ് ഇവിടെ നല്ല ചൂടാട്ടോ, ചൂടാ അതുകൊണ്ട്. പിന്നെ ഒരു ബുക്ക് എപ്പോഴും പോകുന്ന വഴിക്കൊന്ന് മാധവിക്കുട്ടിയുടെ എന്റെ കഥ ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്. ജസ്റ്റ് എടുത്ത് പോകുമ്പോ നമ്മള് പോസ്റ്റ് ആകും. അപ്പൊ വായിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ചാമതാൽ SBT മുമ്പ് 1 മണിക്കൂർ പോസ്റ്റ്, അപ്പം വായിക്കാൻ എടുത്തു. പിന്നെ ഡയറി എനിക്ക് പോകുന്ന വഴി കുത്തി കുറിക്കുന്നത്. കടം തന്നോണ്ടേ അല്ല, ബാക്കി പറ. പിശാചൻ ആന്റോ അങ്കിൾ അതാരാന്ന് എനിക്ക് ഇപ്പഴും മനസ്സിലായിട്ടില്ല. മട വാലിക്കാടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടോ, തിങ്സ് വി ഷുഡ് ബ്രിങ് ടു ഇന്ത്യ. അതിനകത്ത് ഞാൻ കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ചു. പാസ്പോർട്ട്, മൊബൈൽ ഫോൺ ചാർജർ അങ്ങനെ എഴുതി വെച്ചിട്ട് ഗോൾഡ്, മേക്കപ്പ് പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ എഴുതിയേ. അവസാനം എഴുതി ഒരു സാധനം മാത്രം കൊണ്ടുവരാൻ പറ്റിയില്ല, മാങ്കോ അണ്ടി. സത്യം സോണിയ നോക്കി, സോണിയ മാങ്കോ അണ്ടി എഴുതിട്ടില്ലേ? ഞാൻ ഉള്ളതേ പറയുള്ളൂ. മാങ്ങയുടെ അണ്ടി ഞാനാണ് ചെത്തി വെച്ചത്, അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ എഴുതാൻ വേണ്ടിട്ട് ഒരു ഡയറി അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു പെർഫ്യൂം.
നല്ല ഡോൾബി ചുമ കേട്ടോ, മുള്ളിപ്പൂ അമ്മ ഒരു പെർഫ്യൂം. ആഹാ എന്നാന്നറിയോ, ഇവിടെ എപ്പോഴും പെർഫ്യൂം വേണം, എനിക്കറിയാം ഞാൻ പേരിലാവും. പിന്നെ ഒരു ഡെറ്റോളിന്റെ ഒരു ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ ഒരു ചൂയിങ്കത്തിന്റെ ബോക്സ്. കാരണം ഈ കയറ്റം കയറുമ്പോൾ വാഗമൺ കുട്ടിക്കാനം പോലെയുള്ള ഏരിയ കയറുമ്പോൾ എന്റെ ചെവി അടിച്ചു വാരിക്കാൻ വേണ്ടി ഒരെടുത്ത് വാരിയിടും. പകുതി ആയല്ലോ. പിന്നെ ഒരു പവർ ബാങ്ക്, പിന്നെ ഒരു സൺസ്ക്രീൻ, എപ്പോഴും ഒറ്റപ്പോസയുടെ ഒരു സൺസ്ക്രീൻ, കാരണം ഇവിടെ എപ്പോഴും വേണമല്ലോ. പിന്നെ അഗൈൻ ഒരു ഹാൻഡ് സാനിറ്റൈസർ, ഇത് ജാപ്പനീസ് ചെറി ബ്ലോസം ഹാൻഡ് ജെൽ. പിന്നെന്താണ്, പിന്നെ അഗൈൻ ഒരു പെർഫ്യൂം ജാപ്പനീസ് ചെറി ബ്ലോസം. ഇത് ലോങ് ലാസ്റ്റിംഗ്, ഇത് ഷോർട്ട് ലാസ്റ്റിംഗ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി ഫുഡ് കഴിക്കണേ കൈ അടിക്കാൻ, ഇനിന്റെ നമ്മൾ അമ്മരായിക്കാൻ. പിന്നെ ഒരു ഷൂ ഹോൺ, എവിടെയെങ്കിലും പോകുമ്പോ ഷൂ കയറ്റിയില്ല, കുത്തി കയറ്റാൻ പാടല്ലേ, അപ്പൊ ഇതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ. ഇത് ഞാൻ റെഡി, ഇത് ബാഗിനകത്ത് ഇട്ട് നടക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനേക്ക്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ വീഡിയോ? അങ്ങനെ ഒരു ഷൂ ഹോൺ. പിന്നെ യേശുവേ, പിന്നെ എൻ്റെ ഒരു ഹെഡ്സെറ്റ് ഓണാവുന്നില്ലേ, ഇത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഇഷ്ടമായി. കഷ്ടം, കഴിഞ്ഞു ആലപ്പുഴ ബീച്ചിൽ പോയ ഒരു കടലപ്പൊതി, ജസ്റ്റ് ഓർക്കാം. എന്റെ അപ്പ എവിടെ ഇല്ല. ആ എനിക്കറിയാം. ആണോ? പപ്പ വരുന്നില്ലല്ലോ. ഞങ്ങള് ബാർ ഹോട്ടലൊക്കെ ആയിരുന്നു നോക്കിയേ. പിന്നെ ഒരു അപ്പൊ പപ്പയുടെ കുടുംബക്കാരുടെ വീട്ടിൽ മമ്മി വരണ്ടേ? അല്ല എവിടെയെങ്കിലും പോകുമ്പോ, അല്ല അടുത്ത ദിവസം ചെറുവണ്ടി പപ്പയുടെ കുടുംബക്കാരെ നമുക്ക് പോകണ്ട. മമ്മി അപ്പൊ ഞങ്ങള് 3 പേരേ. സോണിയ നമുക്ക് കണ്ടിന്യൂ. എക്സ്ക്യൂസ് മീ, ഹലോ, ഇവിടെ ഞാൻ പരിപാടി ടെലികാസ്റ്റ് ചെയ്തോണ്ട് മിണ്ടായിരിക്കാവോ? സമാധാനം ഉണ്ട്, ഒറ്റ ഏരിയ വീട്ടിലില്ല. ഒരു കട്ടാടി പോയി, അതെനിക്ക് ഇടയ്ക്ക് മുഖം നോക്കാം. അതെനിക്ക് മനസ്സിലായി എന്നാ സംഭവം. എന്നാ സോണി അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ക്യാമറാമാന്റെ പരിപാടി അല്ലേ ഇതൊക്കെ നോക്കാന്നുള്ളത്. പിന്നെ പപ്പ വന്നപ്പോ സോറി, ഒരു സൺസ്ക്രീൻ ഒന്നുകൂടെ. അതല്ലേ സൺസ്ക്രീൻ എന്റെ ശ്വാസം മുട്ടിക്കുന്നു. പിന്നെ ഒരു അഡോള്, ഇതെന്തോ ഇങ്ങനെ പ്ലീഞ്ഞി കുത്തിയിരിക്കുന്നത്, ഒരു അഡോൾ. പിന്നെ എന്റെ മൈഗ്രെയിൻ്റെ ഒരു ടാബ്ലറ്റ്. എന്നോട് ആരാണ്ടൊക്കെ ചോദിച്ചു ലിറ്റ് മൈഗ്രെയിൻ ഏത് ടാബ്ലറ്റ് ആണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് ഞാൻ കാണിക്കല്ല പേര്. ഇത് കഴിച്ചാൽ ഞാൻ കിറങ്ങി നടക്കും, കഞ്ചാവ് അടിച്ചാലും നിങ്ങളും കിറങ്ങി നടക്കും. അപ്പൊ തലവേദനയുടെ ടാബ്ലറ്റും മൈഗ്രെയിൻ്റെ ടാബ്ലറ്റും ഓരോന്ന്. പിന്നെ ഒരടവൾ എക്സ്ട്രാ. ഇനി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്, ഒരു പെൻ. വേറെ ഏതോ സ്വഭാവം ഉണ്ടേ ആരുടെ മുഖത്ത് വേണമെന്ന് തീർന്നില്ല. പിന്നെ 2 ലിപ്സ്റ്റിക്ക്, ഒരു അനസ്തേഷ്യയുടെയും ഒരു മാക്കിന്റെ 2 ലിപ്സ്റ്റിക്ക്. അനസ്തേഷ്യ അല്ല ആന്റി. പിന്നെ വളരെ പൂറാണ്. ഇത് എത്ര രൂപ? ഒരു 10 രൂപ ഗൈസ്, 10 രൂപ. അതിപ്പോ ഉണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു 10 രൂപ. പിന്നെ ഏതോ ഒരു ഹോസ്പിറ്റൽ, അരവിന്ദ ഹോസ്പിറ്റലിന്റെ കാർഡ്, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു കാർഡ്. പിന്നെ വല്ലതും ഉണ്ടോ? പിന്നെ ഞാൻ എന്റെ എപ്പോഴും കൊന്തയല്ലു. ഞാൻ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ കൊന്തയില്ലേ അല്ലേ? നിങ്ങൾ ചോദിച്ചില്ല, ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ കഴിച്ച് നമ്മൾ അഭിപ്രായം വല്ലതും ചോദിച്ചാക്കോട്ടെ. ഞാൻ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കൊന്തയല്ലും. എന്നെ കുറിച്ച് ആൾക്കാർക്ക് തീരെ മോശം അഭിപ്രായമല്ല, എനിക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇടയ്ക്ക് കൊന്തയല്ലും. പിന്നെ ഒരു പാച്ചിയുടെ ഒരു പെട്ടി, ഇതിനകത്ത് എന്റെ സിമ്മ്, പിന്നെ ഫോണിൽ സിം ഇടുന്ന ഒരു സുന, പിന്നെ ഒരു സെഫ്റ്റി പിൻ, ആരുടെയെങ്കിലും ശല്യം ഉണ്ട് കുത്താൻ,
ഏ അതിന്റെ ഒരു സിം ഇടുന്ന ഒരു സുന. പിന്നെ തലയിടുന്ന ഒരു പുഴു. ഇതിന്റെ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? ബുഷ്. ബുഷ് അങ്ങനല്ല, വേറെ സാധനം പറയും. ക്ലച്ചോ അത് വേറെ. ഇത് പിന്നെ ആക്സിലേറ്ററോ. എന്നാ തലയിടുന്ന ഒരു ബുഷ്. ഇത് എന്നോട് കയ്യിലും ഉണ്ടല്ലേ. അന്ന് ഇങ്ങനെ ആക്കട്ടെ. അതിടും. പിന്നെ ഇതും ആക്കട്ടെ. പിന്നെ ഇതേതാ? തങ്കിപ്പള്ളിയിലെ എണ്ണയോ? ഇത് കഴിഞ്ഞ ദിവസം പോയപ്പോ ഇതല്ല എന്റെ ബാഗിനകത്ത് ആരാണോ കൊണ്ട് വെച്ചേ. പിന്നെ കണ്ണെഴുതുന്ന ഒരു കാജൽ. പിന്നെ ഒരു പേന തെളിഞ്ഞില്ലേ അടുത്ത. അല്ല എന്റെ വാട്ടർ ബോട്ടിൽ ഞാൻ വേറെ ക്യാരി ചെയ്യുവേ, അതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ ഒരു പേനയും കൂടെ. ഇവർക്ക് ഇത് എന്തിന്റെ കരുതിയാണ്? മറ്റേ ബായി ആയിരുന്നു കാണിക്കേണ്ടത്, അലമാരിക്ക തളഞ്ഞു കിടന്നു. പിന്നെ 2 കോപ്പിക്കോ എമർജൻസി എനിക്ക് വോമിറ്റിംഗ് ഫീലൊക്കെ ലോസിയൊക്കെ വന്നാൽ കഴിക്കാൻ. 2 മുട്ടയുടെ 2 സുന. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഏകദേശം. പിന്നെ മുമ്പത്തെ സബ്ജക്ട് ചെറിയ ശല്യം, വലിയ ശല്യം. വണ്ടി അല്ലല്ലോ, പബ്ലിക് പ്ലേസിലൊക്കെ ആരെങ്കിലും തോന്നും. അല്ല ഈ സഞ്ചിക്കകത്ത് ആ സെറ്റിപ്പിൽ തപ്പി പിടിച്ച ആളെ കുത്താൻ നടന്നു തന്നെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞോ? ആരെങ്കിലും ശല്യപ്പെടുത്തുമ്പോ ചേട്ടാ ഒരു മിനിറ്റ്, നീ ബായി ഏതാന്ന് കൂടെ പരിചയപ്പെടുത്തും. അയ്യോ തീർന്നോ? പിന്നെ ഒരു ബെഡ് വൈപ്സ് കൈ തുടയ്ക്കാൻ, അത് കമ്മത്തിന്റെ. പിന്നെ ആ സെറ്റ് അപ്പൊ ഇത്രയും സാധനങ്ങള്. സോറി കേട്ടോ, വാട്സിൻ ബാഗിയത് സങ്കടം വരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വാട്സിൻ മൈ ബാഗ്. ബായി പരിചയപ്പെടുത്തു. എംകെയുടെ കാർസിന്റെ ഒരു ബാഗാണ് എന്റെ. ഉപയോഗിച്ച് തീർന്നു. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ കടല ഇറക്കാനും വേണോ? അയ്യോ ഒന്നാമത് വലിയ സുഖമില്ല ഇന്നത്തെ. എന്റെ പ്രേക്ഷകരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്രേക്ഷകരുണ്ട്, കാണിക്കോ സോണിയ. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി എന്നാ വോയിസും വരാം.